നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന ക്രൈമും മറ്റും നമുക്ക് ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വാർത്തകളും ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന വയോജനങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു, ഇപ്പോഴത്തെ യുവത്വങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, കുട്ടികളായിക്കോട്ടെ എന്ത് തന്നെ ആയിരുന്നാലും ഒരു ശകാരം പോലും കേൾക്കാൻ കഴിയാത്ത രീതിക്കൊക്കെ അവരുടെ മനോനില മാറിയിരിക്കുന്നു. അത്തരത്തിലുള്ള കുറച്ച് റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. 15-കാരനായ കുട്ടി നിരവധി തവണ പീഡനത്തിന് വിധേയമാക്കിയ കേസിലാണ് 24-കാരനായ സമദ് എന്ന് പറയുന്ന ആളെ കുറ്റക്കാരനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്ക് 20 വർഷവും 6 മാസവും തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 1,05,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പത്തനംതിട്ട അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കുലശേഖരപതി സ്വദേശിയായ ഇയാൾ പത്തനംതിട്ടയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. പിഴത്തുക അടയ്ക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതി 6 മാസവും 5 ദിവസവും കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ പ്രതിക്കെതിരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 15-കാരനെ ഈ പ്രതി തന്റെ വീട്ടിൽ വെച്ചും തുടർന്ന് അടുത്തുള്ള തോട്ടിൽ വെച്ചും കരയിലെത്തിച്ചും അവിടെ വെച്ചും പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതിന് പത്തനംതിട്ട SI അനൂപ് ചന്ദ്രനാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഈ പീഡനത്തിന് പുറമെ ഇയാൾ കുട്ടി അശ്ലീല ദൃശ്യങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിച്ചതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇൻസ്പെക്ടറായിരുന്ന D ശിവകുമാർ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കൂടുതൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കേസിൽ 17 സാക്ഷികളെ വിസ്തരിക്കുകയും 19 രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ആണ് ഹാജരായിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ അതിരുവിട്ടപ്പോൾ അധ്യാപകൻ ശകാരിച്ചു. ഇതിനെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച വിദ്യാർത്ഥി. കോഴിക്കോടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വടകരയിലെ ഒരു സ്കൂളിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് 12:30 അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓണാഘോഷ നിറവിലാണ് സ്കൂളിലൊക്കെ ഓണപരിപാടി നടക്കുന്നു. അപ്പോൾ പലപ്പോഴും അത് അതിരുവിടുന്ന സാഹചര്യം, അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപകർ ഇടപെടേണ്ടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകും. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. സ്കൂളിൽ ഇന്നലെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആഘോഷ പ്രകടനങ്ങൾ പരിധി വിട്ടു. ഇതേ തുടർന്ന് അധ്യാപകർ ഇടപെട്ടു, വിദ്യാർത്ഥികളെ ശകാരിച്ചു. എന്നാൽ ഇതിനു പിന്നാലെ ഒരു +2 വിദ്യാർത്ഥി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. ഇതിനിടെ കൂട്ടുകാരെ ഫോണിൽ വിളിച്ച് ജീവൻ ഒടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. കുട്ടികൾ ഉടൻ തന്നെ സംഭവം അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അധ്യാപകർ വടകര പോലീസിൽ ബന്ധപ്പെട്ടു. കുട്ടിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ച പോലീസ് വിദ്യാർത്ഥി ഇരിങ്ങൽ ഭാഗത്തുണ്ടെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ വിദ്യാർത്ഥി റെയിൽപാളത്തിൽ നിൽക്കുകയായിരുന്നു. അക്ഷരത്തിൽ നടക്കുന്ന കാഴ്ച. അല്പം ഒന്ന് വൈകിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ജീവൻ പോലും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല, ഈ പോലീസിന്റെ സാന്നിധ്യം മനസ്സിലായ ഉടൻ തന്നെ വിദ്യാർത്ഥി പാളത്തിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഓടി. എന്നാൽ ട്രെയിൻ എത്തുന്നതിന് മുൻപ് തന്നെ കളരിപ്പാടത്ത് വെച്ച് പോലീസ് കുട്ടിയെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിച്ച് ഇവർക്കൊപ്പം വിട്ടു. എന്തായാലും ഇങ്ങനെയൊരു സംഭവം അത് വളരെ നടക്കുന്നതാണ്. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവരെ ശകാരിക്കാൻ പറ്റുന്നില്ല, ശകാരിച്ച ഇങ്ങനെ ആത്മഹത്യ അല്ലെങ്കിൽ മറ്റ് രീതിയിലേക്ക് അതിനെ എടുക്കുക, അങ്ങനെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ശകാരിക്കേണ്ട രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടാകണം അധ്യാപകർ അത്തരത്തിലുള്ള ശകാരം കൊണ്ടുവന്നത്. പക്ഷെ ശകാരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളായിരിക്കുന്നത് എന്നതിന് ഒരു ഉദാഹരണമായിട്ട് സംഭവം മാറിയിരിക്കുകയാണ്. സൂക്ഷിച്ചൊക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ തലമുറകളോട്. 7 വർഷം മുൻപ് വെള്ളറടയിൽ അയൽവാസിയുടെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വേങ്കോട് സ്വദേശി നിതീഷിന്റെ കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മദ്യപാനത്തിനിടെ അബദ്ധത്തിൽ കിണറ്റിൽ വീണ് മരിച്ചുവെന്ന ലോക്കൽ പോലീസിന്റെ കണ്ടെത്തൽ തള്ളിയാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിൽ വീണ്ടും അന്വേഷണം നടത്തുന്നത്. 2018 ഏപ്രിൽ മാസത്തിലായിരുന്നു ഈ അയൽവാസിയുടെ വീട്ടിലെ കിണറിൽ 22 വയസ്സുകാരനായ നിതീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് തന്നെ മാതാപിതാക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിച്ചെങ്കിലും ഈ വെള്ളറട പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു. മകൻ മദ്യപാനിയല്ലെന്നും ഇത് കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് നിതീഷിന്റെ അമ്മ ഫിലോമിനിയും വെങ്കോട് സ്വദേശി അനിൽകുമാറും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ രക്തപരിശോധനയിലോ രാസപരിശോധനയിലോ മദ്യത്തിന്റെ സാമ്പിൾ ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ മദ്യപിച്ച് കിണറ്റിൽ വീണതാണെന്ന പോലീസിന്റെ കണ്ടെത്തൽ തള്ളുന്നുവെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മൃതദേഹത്തിൽ കണ്ടെത്തിയ 21ഓളം ചതവുകളും മുറിവുകളും അന്വേഷണത്തിൽ പരിഗണിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ വിവരങ്ങൾ പരിഗണിച്ചാണ് ഹൈക്കോടതി കേസ് തുടർ അന്വേഷണത്തിനായി ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. വെള്ളറട പോലീസിൽ നിന്ന് അന്വേഷണ വിവരങ്ങൾ ശേഖരിച്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ SIയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അടൂർ വടക്കത്ത് കടവ് സ്വദേശിയാണ്
തൂങ്ങി മരിച്ചത്. കുഞ്ഞുമോൻ എന്ന 51 വയസ്സുകാരന SI ആണ് ഇത്തരത്തിലൊരു കടും കൈ ചെയ്തിരിക്കുന്നത്. കുടുംബസമേതം ക്യാമ്പ് ക്വാർട്ടേഴ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. ക്യാമ്പിലെ പരിശീലനത്തിനെയും മറ്റും ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം. സമീപത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയുണ്ട്, അതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. ആത്മഹത്യാക്കുറിപ്പിൽ എന്താണുള്ളത് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും SI, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ഒരു SI ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനം, അതൊരു പ്രായഭേദമന്യേ എല്ലാവരും അല്ലേ ഒരു പ്രശ്നം വരുമ്പോൾ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിലേക്ക് അതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. ഒരു അവസാന മാർഗം അതെന്ന തരത്തിലേക്ക് എല്ലാവരും എത്തുന്നുണ്ട്. സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. അതിപ്പോൾ താഴെ തട്ട് മുതൽ അങ്ങ് മുകൾ തട്ട് വരെ സമാന അവസ്ഥ തന്നെയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കണ്ണൂർ അലവിൽ കഴിഞ്ഞ ദിവസം വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അല്ലേ? ആ സംഭവത്തിൻ്റെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ? അത് ഭാര്യ ശ്രീലേഖയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പ്രേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലാണ് പ്രേമരാജൻ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ നമുക്കൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒന്നുകിൽ നടന്ന കൊലപാതകവും ആത്മഹത്യയാകാനാണ് വഴിയെന്നാണ് ആദ്യം തന്നെ പ്രാഥമിക നിഗമനത്തിലെത്തിയത്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരത്തിൽ പ്രേമരാജൻ സ്വയം തീ കൊളുത്തിയാണ് മരിച്ചിരിക്കുന്നത്. ശ്രീലേഖയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. ശ്രീലേഖയ്ക്ക് തലയിൽ ആഴത്തിലാണ് മുറിവേറ്റിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇവർക്ക് വാർദ്ധക്യ സഹജമായ മാനസിക പ്രശ്നങ്ങളാണ് ഈ ഒരു കൊലപാതകത്തിനും ആത്മഹത്യക്കും കാരണമായതെന്നാണ് ഇപ്പോൾ കരുതുന്നത്. കാരണം 2 മക്കളും വിദേശത്തായിരുന്നു. ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ 2 മക്കളും ഇവർക്ക് അരികിൽ ഇല്ലാത്തിരുന്നുകൊണ്ട് അതൊരു മാനസിക വിഷമമായി ഇവരെ അലട്ടിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു വാർദ്ധക്യ സഹജമായ മാനസിക പ്രശ്നങ്ങളെ തുടർന്നായിരിക്കാം ഇത്തരത്തിൽ ഒരു കൊലപാതകം. ഈ പറഞ്ഞ പ്രേമരാജൻ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പക്ഷെ എന്തുകൊണ്ട് മകൻ വിദേശത്ത് നിന്ന് വരുന്ന ദിവസം തന്നെ അവർ അതിന് തിരഞ്ഞെടുത്തു എന്നത് ഒരു ചോദ്യം തന്നെയാണ് അല്ലേ? പക്ഷെ അത് അവർക്ക് ചിലപ്പോൾ മക്കൾ കുടുംബവുമായിട്ട് വന്നതിന് ശേഷം വീണ്ടും തിരികെ പോകുമ്പോൾ ആ ഒരു വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കും. കാരണം ഈ ഒരു അടുത്ത സമയത്താണ് ഇവരുടെ മറ്റൊരു മകൻ നാട്ടിലേക്ക് വന്ന് മടങ്ങിയത്. അപ്പോൾ അവരെ സ്വാഭാവികമായിട്ടും ഈ വാർദ്ധക്യകാലത്ത് അവരെ പലതും വേട്ടയാടിയിട്ടുണ്ടാകും. മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ സാന്നിധ്യം എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതാണ് വാർദ്ധക്യകാലത്ത്. അത്തരത്തിൽ അവർ 2 പേര് മാത്രമായി ഒരു വീടിനുള്ളിൽ ചുരുങ്ങുമ്പോൾ അവരെ പല ദുഃഖങ്ങളും അലട്ടിയിട്ടുണ്ടാകും. കാരണം അതിന് പണമുണ്ടെന്ന് പറഞ്ഞിട്ടോ മറ്റു കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത് ചിലപ്പോൾ ഇല്ലാതിരുന്നപ്പോൾ അത് അവരെ മാനസികമായി അലട്ടിയിട്ടുണ്ടായിരിക്കണം. പക്ഷെ എങ്കിലും നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. നിലവിലെ ഒരു നിഗമനം മാത്രമാണത്. എന്തായാലും പോലീസ് കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ്. ഈ മകൻ ഷിബിൻ കുടുംബത്തോടൊപ്പം ബഹ്റൈനിൽ നിന്ന് എത്തുന്ന ദിവസം തന്നെയായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത്. ഷിബിനെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ ഈ കാർ എടുക്കുവാൻ എത്തിയ അയൽവാസി സറോഷാണ് ഇത്തരത്തിൽ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടത്. പിന്നീട് ഈ പോലീസിനെ ഈ കാര്യം വിളിച്ചു പറയുന്നു. പിന്നെ പോലീസിന്റെ നിർദ്ദേശാനുസരണം തന്നെ ഈ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ഈ കിടപ്പുമുറിയിൽ നിലത്ത് ഇരുവരെയും പൊള്ളലേറ്റ് മരിച്ച നിലയിൽ മൃതദേഹങ്ങൾ അടുത്തടുത്തായി കണ്ടെത്തിയത്. മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരി പുത്രിയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ട 69 ശ്രീലേഖ. പ്രേമരാജൻ കണ്ണൂരിലെ ഒരു ഹോട്ടൽ മാനേജറായിരുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുകൊടുത്തിട്ടുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ അടക്കം വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. നാളെ പയ്യാമ്പലത്തായിരിക്കും സംസ്കാരം നടക്കുക. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി വീണ്ടും തള്ളി. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത്. കേസ് വിചാരണയ്ക്കായി തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. ഇനി തലശ്ശേരി സെഷൻസ് കോടതിയിലായിരിക്കും കേസ് പരിഗണിക്കുക. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഇതിനകം തന്നെ പരിശോധിച്ചതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി നടപടി സ്വീകരിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷയാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഹർജി. പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതുകളുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കുറ്റം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ മറച്ചുവെച്ചുവെന്നും നവീൻ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രശാന്തിൽ നിന്ന് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്രചരിപ്പിച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇക്കാര്യം തെറ്റെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തെപ്പറ്റി SIT പ്രത്യേക അന്വേഷണം നടത്തിയില്ലെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. പെട്രോൾ പമ്പിന് NOC നൽകാൻ നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ല. നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടില്ല. എന്തായാലും ആ ഒരു ആവശ്യം ഇപ്പോൾ തള്ളപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി. അതും തള്ളപ്പെട്ടിരുന്നു. എന്തായാലും
ഇപ്പോൾ ഈ ഒരു കേസിൽ ആ ഒരു ആവശ്യം തള്ളപ്പെട്ടിരിക്കുന്നു. നിരണത്ത് കാണാതായ അമ്മയുടെയും 2 പെൺമക്കളുടെയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നിരണം സ്വദേശിനിയായ റീന കെ ജെയിംസ്, 8ഉം 6 വയസ്സുള്ള മക്കൾ എന്നിവരെയാണ് കാണാതായിരുന്നത്. ആലും തുരുത്തിയിൽ നിന്നും അമ്മയും മക്കളും സ്വകാര്യ ബസ്സിൽ കയറി തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. 11 ദിവസമായി മൂവരെയും കണ്ടുകിട്ടിയിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് അനീഷ് മാത്യുവിനൊപ്പം വാടക വീട്ടിലായിരുന്നു അമ്മയും മക്കളും താമസിച്ചിരുന്നത്. ഈ റീനയെ കാണുന്നില്ലെന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അനീഷ് ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും മൂവരെയും കാണാതായിട്ട് 2 ദിവസം കഴിഞ്ഞിരുന്നു. തുടർന്ന് ഈ റീനയുടെ സഹോദരി റിയോ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. 3 വർഷം മുമ്പ് റീന അനീഷിനെതിരെ കുടുംബ കോടതിയിൽ കേസ് നൽകിയിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കി ഇരുവരും വീണ്ടും ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് ഇത്തരത്തിൽ റീനയെ കാണാതായിരിക്കുന്നത്. ഈ റീനയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തത് അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട്. റിയോ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. കണ്ണൂർ കണ്ണപുരത്തെ വീട്ടിൽ പൊട്ടിത്തെറിച്ചത് ഉഗ്രശേഷിയുള്ള പടക്കമെന്ന് പോലീസ്. നേരത്തെ ബോംബ് പൊട്ടിത്തെറിച്ചു എന്നാണ് വാർത്തകൾ വന്നത്. പക്ഷെ അത് പടക്കമെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പൊട്ടാതെ കിടന്ന വലിയ ഗുണ്ടുകൾ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തി. വീട് വാടകയ്ക്കെടുത്ത് അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്ു. സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. അനൂപിന്റെ ബന്ധു ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. അനൂപ് മുൻപും സ്ഫോടന കേസിൽ പ്രതിയായിരുന്നു. 2016 കണ്ണൂർ പൊടുക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച കേസിലെ പ്രതിയാണ് ഈ അനൂപ്. ഉത്സവങ്ങൾക്ക് വലിയ തോതിൽ പടക്കം എത്തിച്ച് നൽകുന്നയാളാണ്. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ഉച്ചയ്ക്ക് രാവിലെ പകൽ 2 മണിയോടെയാണ് ഇത്തരത്തിലൊരു ബോംബ് പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊക്കെ അയൽവാസികൾ കേൾക്കുന്നത്. അവർ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഈ ദേഹമൊക്കെ ചിതറിക്കിടക്കുന്നു. അപ്പോൾ ആ വീട്ടിൽ 2 പേരുണ്ട്. പക്ഷെ അവർ എവിടെയുള്ളവരാണ് ആരാണെന്നൊന്നും അയൽവാസികൾക്ക് അറിയില്ല. അപ്പോൾ അവർ വന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ പോലീസിനെ അറിയിക്കുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ പോലീസ് എത്തുന്നു. അതൊരു ബോംബ് അവിടെ ഒരു ഇത്തരത്തിൽ നിർമ്മാണം നടക്കുന്നുണ്ട്. ബോംബോ പടക്കമോ എന്തോ നിർമ്മിക്കുന്നതുണ്ട് എന്ന് അറിയാം. അപ്പോൾ അത് നിർമ്മിക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ചതാകാം എന്നായിരുന്നു നിഗമനം. എന്നാൽ ഇപ്പോൾ അത് പടക്കമാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പോലീസ് വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സൂക്ഷിച്ച പടക്ക സാമഗ്രികൾ പൊട്ടിത്തെറിച്ച് 15ഓളം വീടുകൾ പൂർണ്ണമായും 30ഓളം വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. അലവിൽ സ്വദേശിയായ അനൂപ് മാലിക്കിന്റെ വാടക വീട്ടിലാണ് ഇത്തരത്തിൽ സ്ഫോടനമുണ്ടായത്. രാത്രി 11 മണിക്ക് സ്ഫോടനം നടക്കുമ്പോൾ സ്ഥലത്തെ ഭൂരിഭാഗം പേരും സമീപത്തെ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയതുകൊണ്ടാണ് വലിയൊരു ആളപായം ഉണ്ടാകാതെ തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. 10 പേർക്കായിരുന്നു പരിക്കേറ്റത്. ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ സൂക്ഷിച്ച പടക്ക സാമഗ്രികളാണ് പൊട്ടിയത്. അനൂപ് മാലിക്കിന്റെ ഭാര്യ റാഹില, മകൾ ഹിമ, അയൽവാസികൾ എന്നിവർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഉഗ്രസ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി സൂക്ഷിച്ചിട്ടും പ്രതിക്ക് ശിക്ഷ ലഭിച്ചില്ലെന്നും ആരോപണം ഉയർന്നിരുന്നു.